മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ UDF ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തി. ജനങ്ങൾ നിരാശയിലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ തുറന്നടിച്ചു. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് ചേർന്നത്. ഗോകുൽ, നേതൃത്വത്തിനിടയിൽ തന്നെ ലീഗിന്റെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. 4 ആള് കൂടുന്നിടത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. എന്താണ് ഇനിയുള്ള ലീഗിന്റെ തീരുമാനം? എന്താണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ? ഗോകുൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ നേതൃത്വം മിണ്ടാതിരുന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസമായി അവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആളുകൾ കൂടുന്നിടത്ത് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തുറന്നു പറഞ്ഞൊരു സാഹചര്യം. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു തുറന്നു പറച്ചിലുമായി രംഗത്ത് വരുന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ അതേ ആശയവുമായി മുന്നോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നിരാശയിലാണ് ജനങ്ങൾ. വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ അവർ സ്വീകരിച്ചത്. എന്നാൽ ആ ആഘോഷത്തെ ആ അളവിൽ ആഘോഷിക്കാൻ അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പാണക്കാട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും യോഗം. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, PM A സലാം, ET മുഹമ്മദ് ബഷീർ, MK മുനീർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യം VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മുസ്ലിം ലീഗ് അണികളിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് വിരുദ്ധമായിട്ടാണ് ഒരു തീരുമാനം വരുന്നത് എങ്കിൽ അതിനെ ഏത് രീതിയിലായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നിലപാടെടുക്കും മുസ്ലിം ലീഗ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചയും ഉണ്ടാകും. നേരത്തെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയ ആളുകൾ, അതോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് N ഷംസുദ്ദീൻ, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ള, AK മഷറഫ് തുടങ്ങിയ ആളുകൾ ലിസ്റ്റിലുണ്ട്. അതിൽ ഒരു 5 പേരിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായിട്ടും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക. VD സതീശൻ അനുകൂലമല്ല വിധിയെങ്കിൽ എങ്ങനെയായിരിക്കും അത് അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ നേതാക്കൾ പറഞ്ഞാൽ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യമായി വെച്ചുകൊണ്ട് അണികൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ ഈ KC വേണുഗോപാലൊക്കെയാണ് വരുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും അണികളെ സ്വീകരിക്കേണ്ടത്, എന്തു നിലപാട് സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് അണികളെ ബോധവൽക്കരിക്കുന്നതിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നേതൃയോഗം നടത്തുക. രാവിലെ 10 മണിക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം ചേരുന്നുണ്ടാവുക. ഇന്നലെ മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ പാരമ്പര്യം മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം ആര് മുഖ്യമന്ത്രിയാവണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയില്ല, ആര് വന്നാലും അത് സ്വീകരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ പരസ്യമായി പറയുമ്പോഴും VD സതീശൻ അനുകൂലമായിട്ടുള്ളൊരു താല്പര്യം മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നതിടെ മാത്യു കുഴൽനാടനും MM ഹസനും പോലെയുള്ള നേതാക്കൾ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, മറ്റാരും ഇടപെടേണ്ട എന്നതിനെ സംബന്ധിച്ച ഒരു പ്രതികരണവുമായി വരികയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു കല്ലുകളി ഉണ്ടാവുന്ന എന്തായാലും UDF നേതൃത്വത്തിന്, മുസ്ലിം ലീഗ് നേതൃത്വത്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുണ്ടാകാതിരിക്കാനുള്ള ഒരു നിലപാട് ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീനിധി, ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.